ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നമസ്കാരം. ബി എ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 3 ജീവനക്കാരികൾ 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് അവർക്ക് നേരെയുള്ള ആരോപണം. അവർ നേരെ കൊടുത്ത ആരോപണം കൃഷ്ണകുമാറും കുടുംബവും അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു എന്നതാണ് ആദ്യം കൊടുത്ത കേസ്. ആ പഠിച്ച കള്ളികളൊന്ന് പ്ലേറ്റ് ഒന്ന് മാറ്റി ഈ പറഞ്ഞ കേസൊന്ന് മാറ്റി പിടിച്ചു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെ ചൊല്ലി ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞിട്ടാണല്ലോ ആദ്യം ഒരു കേസ് ഇട്ടത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് മതത്തെ ചൊല്ലിയിട്ട് അവരെ കളിയാക്കുന്നു, പറയുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, വഴക്ക് പറയുന്നു, ഇങ്ങനെയെല്ലാം പല കാര്യങ്ങളാണ് ഈ പഠിച്ച കള്ളികൾ പറയുന്നത്. കൃഷ്ണകുമാർ പല തെളിവുകളും ഇപ്പോൾ സോഷ്യൽ മുമ്പിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവരായിട്ട് തന്നെ ദിയ കൃഷ്ണ ഇപ്പോൾ കോൾ ചെയ്തുതരാം, അവരെന്നെ ലൗഡ് സ്പീക്കറിലിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ കലമ്പുന്നുണ്ട്. അത് പറയും എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പൈസ കാണാതായി കഴിഞ്ഞാൽ, മോഷ്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളായാലും ആ സ്ഥാനത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പറയാണ് ഇത്ര പോരാ, ഇത് പറഞ്ഞാൽ പോരാ, ഇതിനും നമുക്കൊന്ന് ഈ ക്ലിപ്പൊന്ന് കേൾക്കാം. ഈ വീഡിയോ അവർ സംസാരിച്ചുകൊണ്ട് അവരെന്നെ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് വീഡിയോ എടുത്ത ദൃശ്യമാണ്. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. എത്ര രൂപയാണ് പറ്റിക്കുന്നത് ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ? ചേച്ചികളെ വിളിനിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയല്ലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെ കാട്ടാറ സൈഡ് എനിക്കുണ്ട്. നിങ്ങൾ എന്നത് കാണിപ്പിച്ചു. നിങ്ങളെ കാട്ടാറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഒന്നും കേൾക്കാൻ വഴിയല്ല സുനിച്ചേരി, ഞാൻ പോകുന്നു പറ. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ. ഈ എത്ര മര്യാദയിലാണ് സംസാരിക്കുന്നത്? എന്നിട്ട് ഇത്രയും മര്യാദയിൽ സംസാരിച്ചിട്ടു ഇവിടെ ഇങ്ങനെയൊന്നല്ല ശരിക്കും പറഞ്ഞില്ല. അവർ കലമ്പാണ്. ഇത് നിന്നെയുള്ള കൂടെ പോലെ കണ്ടിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിർത്തിയിട്ട് ഇങ്ങനത്തെ ചതി ചെയ്യാൻ പാടുണ്ട്. 69 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തിട്ട് അവരെന്നെ കുറ്റസമ്മതം പറയുന്നുണ്ട്. അത് നമ്മളെല്ലാവരും കൂടിച്ച് വീതിച്ചെടുത്തു എന്ന് പറയുന്നത്. ഒരു കേസാക്കും എന്നെല്ലാം പറഞ്ഞാൽ അവർ പുതിയൊരടവ് നമ്മൾ ചത്ത് കളിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഈ കേസ് അങ്ങ് തള്ളുമല്ലോ, അത് മുമ്പോട്ടേക്ക് പോകില്ലല്ലോ. അതുകൊണ്ട് അവർ ചത്തുകളി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അടവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുതിയത് മീഡിയക്കാരുടെ മുമ്പിൽ കൃഷ്ണകുമാർ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കർ ഓണാക്കി മോളെ കുറിച്ചിട്ട് പറഞ്ഞതിൻ്റെ അവർ മീഡിയക്കാരോട് സംസാരിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ട്. നമുക്ക് അതൊന്ന് ഈ രംഗമൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നീ താമസിക്കുന്നിടത്തോട്ടൊരു വണ്ടി വരും, അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോൾ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ അങ്ങ് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരട്ടി നോക്കണം. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ, മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ വിളിച്ച് പറഞ്ഞാൽ നിനക്ക് പേപ്പർ കിട്ടണം. ഏത് ചാനലാണ് വന്നത് നിന്നെ പറ്റി? നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തോണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. ഏതിലാണ്? ഏത് ചാനലാണ് വന്നേ? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം, കൃഷ്ണകുമാർ പറഞ്ഞ കേട്ടിട്ടില്ലേ? മോളെ ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടും ഒരുപാട് പ്രഷർ എടുത്തിട്ട് സംസാരിക്കാൻ പറ്റാത്ത സമയമാണ്. എന്നിട്ടാണ് ദേ ഇത്രയും പ്രഷർ എടുത്തിട്ട് അവരുടെ ചോദിച്ചത്, നീ എങ്ങനെയാണ് എടുത്തത്, എന്തുപയോഗിച്ചിട്ടാണ് എടുത്തതെന്നെല്ലാം ചോദിക്കുന്നത്. ഇങ്ങനെ ഇത്രയും സ്ഥാപനത്തിൽ നിന്നിട്ട് ഇത്രയും മോഷ്ടിക്കാൻ പാടുണ്ടോ? അനിയത്തിമാർ നിങ്ങളെ സഹോദരിമാരെ പോലെ കണ്ട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടും ഇങ്ങനെ എടുക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അത്രയും പ്രഷറിലാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് പ്രഷറിൽ സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് അവർ പറയുന്നതാണ് നമ്മൾ പീതിച്ചെടുത്തു, അത് ഇതാക്കി. എന്നിട്ട് ഒന്ന് നിവൃത്തികേട് കൊണ്ട് നമ്മൾ തൂങ്ങിച്ചാവും, ചത്തുകളി എന്നെല്ലാം ഇപ്പോൾ പറയുന്നത്. അവർ CCTV ദൃശ്യം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അവർ QR കോഡ് എടുത്തിട്ട് അവർ നൈസായിട്ട് അതിലേക്ക് പൈസ ഏഡാക്കുന്ന ഒരു ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ CCTV ദൃശ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
കണ്ടില്ല എത്ര തന്ത്രപരമായിട്ടാണ് അവർ QR കോഡ് ഉണ്ടാക്കി എങ്ങനെ പൈസ അവരെ അക്കൗണ്ടിലേക്ക് ആക്കിയത്. QR കോഡെല്ലാം അടിച്ചിട്ട് വളഞ്ഞ വിത്തുകൾ തന്നെയാണ്. ഇവരൊന്നും വെറുതെ വിടാൻ പാടില്ല. നീയെല്ലാം സ്വന്തം ജോലി എടുത്ത് ജീവിക്കടി. വികാരൻ്റെ മുതലിനെ കൊണ്ടും കട്ടതും മോഷ്ടിച്ചതും കൊണ്ട് ജീവിച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു പുതിയ ഇതിൽ ഏടുന്നതിൻ്റെ സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെന്നാണ് ചെയ്തത്. നമ്മളെ വീതിച്ചെടുത്ത് ഒരു ഉളുപ്പില്ലാണ്ട് പറയുന്നു. നമ്മൾ വീതിച്ചെടുത്തു എന്നിട്ട് അത് കേസാവെന്ന് പറഞ്ഞിട്ട് ചാവെന്ന് വരെ ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെയെല്ലാം എന്നാ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ എന്നിട്ട് മീഡിയക്കാരുടെ മുമ്പിൽ നെളിഞ്ഞു നിന്നിട്ട് സംസാരിക്കുക. അവർക്കെതിരെ മതത്തെ പറ്റിയിട്ട് അവർ പറയുന്നു, നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു, പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവർ കള്ളങ്ങൾ ഉണ്ടാക്കുക. ഇതാണിപ്പോൾ ഇവരെ മെയിനായിട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെയും കുറേ എണ്ണം ഉണ്ടല്ലോ സമൂഹത്തിൽ. എന്നിട്ട് മീഡിയക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നെളിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുക. കഷ്ടം തന്നെ നിൻ്റെ എല്ലാം കാര്യങ്ങൾ.